അതുവഴി കൊച്ചിയിലെ 6 പ്രധാന കനാലുകൾ ഗതാഗത യോഗ്യമാക്കി മാറ്റുകയാണ്. ഇത് കിഫ്ബി പിന്തുണയോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി ജലഗതാഗതത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും ഒരുപോലെ പരിഹാരമാകുമെന്നതാണ് പ്രത്യേകത. സാനിറ്റേഷൻ, മാലിന്യ സംസ്കരണം, അഴുക്കുചാൽ ശൃംഖല ഇവയിലെല്ലാം സമഗ്രമായ ഇടപെടലുകളാണ് നടപ്പിലാക്കുന്നത്. അങ്ങനെ മാലിന്യമുക്ത കേരളം, നമ്മുടെ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണ്. ഒരു കാലത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങളുടെ കേന്ദ്രമായിരുന്നു ഇവിടുത്തെ ബ്രഹ്മപുരം. ഇന്ന് മാറ്റത്തിൻ്റെ ഉദാഹരണമായും തെളിവായും അത് ചൂണ്ടിക്കാണിക്കുകയാണ്. കാക്കനാട് ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി ഈ മേഖല കേന്ദ്രീകരിച്ച് കൊച്ചി IT വ്യവസായ ഹബ്ബായി ശക്തിപ്പെടുത്തും. ഇൻഫോ പാർക്ക് വികസനം, ഗ്രഫീൻ സെൻറ്റർ, ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, പെട്രോ കെമിക്കൽ പാർക്ക് ഇങ്ങനെയുള്ള വൻ പദ്ധതികൾ സംസ്ഥാനത്തെ ഉയർന്ന സാങ്കേതിക വ്യവസായങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ആഗോള കമ്പനികളുടെ നിക്ഷേപവും വിപുലീകരണവും ഈ വളർച്ചയ്ക്ക് നല്ല ശക്തി പകരുകയായി. നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖല വലിയ മുന്നേറ്റം കൈവരിച്ച മേഖലയാണ്. 2016 300 സ്റ്റാർട്ടപ്പുകളായിരുന്നു. ഇപ്പോൾ അത് 7700 77,000 തൊഴിൽ സൃഷ്ടിക്കാനും കഴിയും. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ അംഗീകാരം നമ്മുടെ നാടിന് നേടാൻ കഴിയും. ഇന്നൊവേഷൻ രംഗത്ത് രാജ്യത്തിന് മാതൃകയായി മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. കൊച്ചിയിലെ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ, ഏഷ്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഇവയെല്ലാം ഈ മാറ്റത്തിന് ഊർജം നൽകുന്നവയാണ്. പുതിയ തലമുറക്ക് അപൂർവ സാധ്യതകളാണ് ഇതെല്ലാം തുറക്കുന്നത്. വ്യവസായ രംഗത്ത് നമ്മുടെ കേരളം കൈവരിച്ച മുന്നേറ്റം ചരിത്രപരമാണ്. വ്യവസായ സൗഹൃദമല്ല എന്ന പഴയ പ്രചരണങ്ങളെ മറികടന്നു ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 2016 28ാം റാങ്കിലായിരുന്നു നമ്മൾ. അവിടുന്നാണ് 1ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അത് ശരിയായ ഇടപെടലിൻ്റെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഭാഗമായി നേടാൻ കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നടപ്പാക്കപ്പെട്ട സംരംഭക വർഷം പദ്ധതി, അതിലൂടെ 4 ലക്ഷം സംരംഭങ്ങൾ, 9 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. സംരംഭക വർഷം പദ്ധതിയിലൂടെ 28,000 കോടി രൂപയുടെ നിക്ഷേപം നമുക്ക് കേരളത്തിലെത്തിക്കാൻ കഴിഞ്ഞു. K-SWIFT വഴി 113 അനുമതികൾ ഏകജാലക സംവിധാനത്തിലൂടെ ലഭ്യമാക്കി ഈ സംരംഭങ്ങൾ എളുപ്പമാക്കുന്ന നിലയുണ്ടായി. നമ്മളിവിടെ നിക്ഷേപ സംഗമം നടത്തി, ആഗോള നിക്ഷേപ സംഗമം. അതിൽ 1,96,000 കോടി രൂപയുടെ
നിക്ഷേപ വാഗ്ദാനമാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ വാഗ്ദാനം നൽകിയ കമ്പനികളിൽ 115 പ്രവർത്തനം ആരംഭിച്ചു. ദാവോസിൽ ലോക സാമ്പത്തിക ഫോറം നടന്നപ്പോൾ കേരളം അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ നിക്ഷേപ നിർദ്ദേശപത്രങ്ങൾ 1,18,000 കോടി രൂപയുടേതാണ് ലഭിച്ചത്. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൻ്റെ ആഗോള സ്വീകാര്യത വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ഭാവി വ്യവസായ വികസനത്തിൻ്റെ ഭാഗമായ റെയർ എർത്ത് കോറിഡോർ പദ്ധതി ഇതുവഴി 42,000 കോടി രൂപയുടെ നിക്ഷേപം, 50,000 തൊഴിലവസരം ലക്ഷ്യമിടുകയാണ്. വിഴിഞ്ഞം മുതൽ കൊച്ചി വരെയുള്ള വ്യവസായ ബന്ധം ശക്തിപ്പെടുത്തി രാജ്യത്തിലെ പ്രധാനപ്പെട്ട മാഗ്നറ്റ് നിർമ്മാണ കേന്ദ്രമായി കേരളത്തെ ഉയർത്തുകയാണ് ലക്ഷ്യം. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളും രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ മുന്നേറുകയാണ്. ഈ പുരോഗതി സംരക്ഷിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് നാടിൻ്റെ അനിവാര്യമായ ആവശ്യമായി വന്നിരിക്കുന്നു. വികസനം തുടർച്ചയുള്ള പ്രക്രിയയാണ്. അതിനെ നിലനിർത്തിയും മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ കേരളത്തിൻ്റെ ഭാവി കൂടുതൽ ശക്തമാക്കാൻ കഴിയും.